നമസ്കാരം. വാൽപ്പാറയിലെ വാഹനാപകടത്തിൽ നടുങ്ങിയിരിക്കുകയാണ് മലപ്പുറത്തെ പാങ്ങ് ഗ്രാമം. പാങ്ങ് പള്ളിപ്പറമ്പ് GLP സ്കൂളിൽ നിന്നുള്ള അധ്യാപകരും ജീവനക്കാരും അടങ്ങുന്ന വിനോദയാത്രാ സംഘം വാൽപ്പാറയിൽ അപകടത്തിൽപ്പെട്ടെന്ന വാർത്ത ഞെട്ടലോടെയാണ് പാങ്ങ് നിവാസികൾ കേട്ടത്. അപകടമറിഞ്ഞപ്പോൾ സ്കൂളിലേക്ക് ഓടിയെത്തി PTA പ്രസിഡന്റും സംഘവും എത്രയും വേഗം പൊള്ളാച്ചിയിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു. അപകടത്തിൽ 9 പേർ മരിച്ചെന്ന വിവരം സ്ഥിരീകരിച്ചതോടെ പാങ്ങ് കണ്ണീർ കടലായി മാറി. പാങ്ങിന്റെ ആ ദുഃഖം കേരളക്കരയും കണ്ണീരിലാക്കി. അപകടത്തിൽ ജീവൻ പൊലിഞ്ഞത് കുരുന്നുകളുടെ പ്രിയപ്പെട്ട അധ്യാപകരായിരുന്നു. സ്കൂൾ അവധിക്കാലമായതിനാലാണ് പാങ്ങ് GLP സ്കൂളിലെ അധ്യാപകരും ജീവനക്കാരും വാൽപ്പാറയിലേക്ക് വിനോദയാത്ര പോയത്. വെള്ളിയാഴ്ച രാവിലെയാണ് 16 പേരടങ്ങുന്ന സംഘം ട്രാവലർ വാനിൽ അതിരപ്പള്ളി വഴി വാൽപ്പാറയിലേക്ക് പോയതെന്നാണ് പറയുന്നത്. ചെങ്ങോട്ടൂർ സ്വദേശിയായ മുഹമ്മദ് ഹാഫിസ് ആയിരുന്നു ട്രാവലറിന്റെ ഡ്രൈവർ. അതിരപ്പള്ളി സന്ദർശിച്ച ശേഷം സംഘം മലക്കപ്പാറ വഴി വാൽപ്പാറയിലെത്തി. തുടർന്ന് വാൽപ്പാറയിൽ നിന്നും പൊള്ളാച്ചിയിലേക്കുള്ള യാത്രക്കിടെയാണ് അപകടം സംഭവിച്ചത്. വൈകിട്ട് 5:15-നും 5:30-ക്കും ഇടയിലാണ് അപകടമുണ്ടായതെന്നാണ് വാൽപ്പാറ പോലീസ് ഇപ്പോൾ നൽകുന്ന വിവരം. ചുരം ഇറങ്ങുന്നതിനിടെ 13-ാം ഹെയർപിൻ വളവിൽ വെച്ച് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമായി എന്നും തുടർന്ന് 9-ാം വളവിലേക്ക് വാഹനം നിലംപതിച്ചെന്നും പോലീസ് പറഞ്ഞു. അപകടത്തിൽ വാഹനം പൂർണ്ണമായും തകർന്നു. 2 കുട്ടികളും 7 സ്ത്രീകളും ഉൾപ്പെടെ 9 പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഡ്രൈവറും 2 ആൺകുട്ടികളും അടക്കം പരിക്കേറ്റവരെ പൊള്ളാച്ചി സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റിയെന്നും പോലീസ് പറഞ്ഞിരുന്നു. അതിനിടെ പാങ്ങ് പള്ളിപ്പറമ്പ് സ്കൂളിലെ അധ്യാപകർ മാത്രമല്ല, ഇവരുടെ സുഹൃത്തുക്കളായ മറ്റു ചില അധ്യാപകരും വിനോദയാത്രാ സംഘത്തിൽ ഉണ്ടായിരുന്നതായാണ് നാട്ടുകാർ പറയുന്നത്. അധ്യാപകർക്ക് പുറമെ പാങ്ങ് സ്കൂളിലെ ആയയും സ്കൂൾ ബസ് ഡ്രൈവറും സംഘത്തിലുണ്ടായിരുന്നു. ചിലർ കുട്ടികളെയും കൂടെ കൂട്ടിയിരുന്നതായും നാട്ടുകാർ പറഞ്ഞു. ഏകദേശം 10ഓളം അധ്യാപകരാണ് പാങ്ങ് GLP സ്കൂളിൽ ജോലി ചെയ്യുന്നതെന്നും നാട്ടുകാർ പറഞ്ഞു. വിനോദയാത്രക്കിടെ അധ്യാപകർ അതിരപ്പള്ളിയിൽ നിന്നും പകർത്തിയ ചിത്രവും നാട്ടുകാർ മാധ്യമങ്ങളോട് പങ്കുവച്ചിരുന്നു. ഈ ചിത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. മരിച്ചവരെ സ്ഥിരീകരിക്കാൻ കേരളത്തിൽ നിന്നുള്ളവർ ആശുപത്രിയിൽ എത്തേണ്ടി വരും. അതീവ ദുഃഖകരമായ സംഭവമാണെന്നും അപകട വിവരം അറിഞ്ഞ ഉടനെ തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടിരുന്നുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചിട്ടുണ്ട്. വേണ്ട സഹായങ്ങൾ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസും ഉറപ്പ് നൽകിയിട്ടുണ്ട്. കോയമ്പത്തൂർ കളക്ടറുടെ നേതൃത്വത്തിൽ എല്ലാ നടപടികളും സ്വീകരിച്ചു വരികയാണെന്നും അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുന്നുണ്ടെന്നും മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചു. മനസ്സ് മരവിക്കുന്ന വാർത്തയാണ് വാൽപ്പാറയിൽ നിന്ന് കേട്ടതെന്നാണ് PK കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. തമിഴ്നാട് പോലീസുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്നുണ്ടെന്നും സംസ്ഥാന പോലീസ് മേധാവി രവാഡ ചന്ദ്രശേഖർ അറിയിച്ചു. വാൽപ്പാറ അപകടം ദുഃഖകരമായ വാർത്തയാണെന്നും കുടുംബാംഗങ്ങളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ലെന്നും KC വേണുഗോപാൽ MP പ്രതികരിച്ചു. അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. ഇരു സർക്കാരുകളും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും ഇക്കാര്യം ആവശ്യപ്പെടുമെന്നും രക്ഷാപ്രവർത്തനവും മറ്റു കാര്യങ്ങളും ചെയ്യണമെന്നും സർക്കാരുകൾ അഭ്യർത്ഥിക്കുകയാണെന്നും KC വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരു നാടിനെ മുഴുവനും കേരളത്തെ മുഴുവനും ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ടാണ് ഒരു അപകട വാർത്ത ഇന്ന് വൈകുന്നേരത്തോടുകൂടി നമ്മളെ തേടിയെത്തിയത്. 9 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. പൊള്ളാച്ചിയിലേക്ക് പോകുന്ന വഴി വാൽപ്പാറയിലെ 13-ാം ഹെയർപിൻ വളവിൽ വെച്ചിട്ടാണ് അപകടം സംഭവിച്ചത്. 7 സ്ത്രീകളും 2 കുരുന്നുകളുമാണ് മരിച്ചിരിക്കുന്നത്.